ഇഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാമതൊരു ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പിയാണേ. നന്നായി ചൂടായി വന്നൊരു ചട്ടിക്കകത്തോട്ട് 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ഇത് ഇത്രയും ചേർത്ത് എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ ചെറുതീയിലിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാം. ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയായി എന്ന് കാണുമ്പോൾ ഇതിനകത്തോട്ട് 3 സവാള നീളത്തിൽ അരിഞ്ഞത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നന്നായി ഒന്ന് ചെറുതീയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ചെറിയ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ചെറിയൊരു കൊത്ത് നാളികേര കൊത്താണ്. അത് കുറച്ച് വളരെ സ്വല്പം മതിയാവും. ഇനി വേണ്ടത് എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 10-12 വരെ ചേർക്കാവുന്നതാണ്. എത്ര നിങ്ങൾക്ക് എരിവ് വേണം അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ വേണ്ടത് ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പിലയാണ്. ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു പീസ് ശർക്കര കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരണം. അതുപോലെ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി അതിനോടൊപ്പം ഒന്ന് ചേർന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് വഴണ്ടി വരും. അപ്പോൾ ആ ഒരു സമയം വരെ ചെറുതീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു ചമ്മന്തിക്ക് ആവശ്യമായ അളവിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ തക്കാളി കുറച്ചുകൂടെ ഒന്ന് ഉടയാനുണ്ട്. അപ്പോൾ ചെറുതീയിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയും ആ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരുകി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടാം. നല്ലതുപോലെ ഇതൊന്ന് തണുക്കണം. തണുത്ത ശേഷം മിക്സിയുടെ ജാറിനകത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതാ തണുത്ത ശേഷം മിക്സിയിലിട്ട് ജാറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് അരച്ച് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തയ്യാറാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലി ദോശയ്ക്ക് മാത്രമല്ല ചോറിനും കഞ്ഞിക്കൊക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് കൂടിയാണ്. ഒരു തവണ ഇതുപോലെ തയ്യാറാക്കിയാൽ വീണ്ടും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുക. അത്രയ്ക്ക് രുചിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും പുതിയ നാടൻ റെസിപ്പിയുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.